ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് പോണം. നിങ്ങൾ ഒരിടത്തും പോകുന്നില്ല. നിങ്ങൾക്ക് ഇനി അമ്മയില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഞങ്ങൾക്ക് അമ്മയെ കാണണം. സത്യമ്മ അമ്മയെ വിളിക്ക്. എന്തിനാ ഭാമേ ഇവരെ ഇങ്ങോട്ട് കരയിപ്പിക്കുന്നേ? അവരെ അമ്മയുടെ അടുത്ത് വിട്. രാഘവേട്ടന് ഇതിൽ ഇടപെടണ്ട. നീ എന്തോരുമാരി പൊന്നി ശാലിന്റെ അവള് ജോലിക്ക് പോയാ? ശാലിനി അങ്ങ് ചത്തു. ഇനി ഇവരെ ഞാനാ വളർത്താൻ പോകുന്നത്. എന്തൊക്കെയാ ഭാമി നീ വിളിച്ചു പറയുന്നേ? നീ ശാലിന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലേ അതിന് ഈ കൊച്ചുങ്ങൾ എന്താ വിളിച്ചേ? ദേ ചുമ്മാ ഒരു കരയിപ്പിക്കാ ഭാമേ. മക്കളെ നിങ്ങളുടെ അമ്മേ. ദേ രാഘവേട്ട, ആ മുടിഞ്ഞവളുടെ പേര് കേട്ടാ തന്നെ എനിക്ക് ഭ്രാന്ത് വരും. എന്റെ വിഷ്ണുവിന്റെ മക്കള് അവളെ അമ്മയെന്ന് വിളിക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. എന്ന് പറഞ്ഞ അങ്ങനെ അമ്മ അമ്മ അല്ലാതാവോ? വിഷ്ണു അച്ഛനാണെങ്കിലേ ശാലിന് അമ്മയില്ലേ? അല്ല അവന്റെ കാര്യത്തിലേ നീ പറയാനുള്ളതന്നല്ലേ പെറ്റവയറിന്റെ സ്ഥാനം മഹനീയത. പിന്നെ നിനക്ക് ചിലപ്പോ ശാലിനോട് ദേഷ്യമൊക്കെ കാണുമായിരിക്കും. അത് പക്ഷെ കുട്ടിയേക്കില്ലല്ലോ. രാഘവേട്ടന് ഇതിൽ ഇടപെടരുത്. ദേ ഇവർക്കേ ഞാനിവിടെ എന്തെങ്കിലും ഒരു കുറവ് വരുത്തുവോ? ഇല്ലല്ലോ. കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ ഞാൻ ഇവരെ നോക്കുന്നേ. എന്നിട്ടും ഇവർക്ക് ചായ്വ് ഇവരുടെ അമ്മയുടെ അടുത്തേക്കാ. ഇവരെന്തുകൊണ്ട് എന്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? അതെന്താ മനസ്സിലാക്കാത്തത്? ഭാമേ അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. നീയേ അച്ഛമ്മയാ, അച്ഛന്റെ അമ്മ. ശാലി അമ്മയാ, ഇവരെ പ്രസവിച്ച ഇവരുടെ സ്വന്തം അമ്മ. പെറ്റവേറിനാ കൂടുതൽ സാധനം നീ പറയാറുണ്ടല്ലോ. അത് മനസ്സിലാക്കാതെ എത്ര കിടന്ന് സ്നേഹിച്ചാലും ശരി, ആ സ്നേഹമൊന്നും നിനക്ക് ഇവരിൽ നിന്ന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇവരുടെ അമ്മയ്ക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതിനൊരിക്കലും മാറ്റാനൊന്നും പറ്റത്തില്ല. അച്ഛാ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണണം. ഇപ്പൊ കാണണം. നിങ്ങളുടെ അച്ഛമ്മ എന്തെങ്കിലും വഴക്കുറഞ്ഞെന്ന് കരുതിയേ നിങ്ങൾ എന്തെങ്കിലും ഇടന്ന് സങ്കടപ്പെടുന്നേ? നീ കൂടെ നിങ്ങളുടെ അച്ഛല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ അടുത്തേക്ക് പോയാ മതി അച്ഛാ. പപ്പിയൊന്നും മിണ്ടാതിരുന്നേ. ഭാമേ ഇപ്പൊ നീ മിണ്ടായിരിക്കട്ടെ കേട്ടോ. കുട്ടികൾ പറഞ്ഞു കേട്ടില്ലേ, അവർക്ക് ഇപ്പോഴേ ഇവിടെ നിൽക്കാൻ പോലും ഇഷ്ടമല്ല. അങ്ങനെ ആക്കിയത് ഭാമാനാ. അതെ തല്ലി പഠിപ്പിച്ച് നേരെയാക്കാൻ പറ്റുന്നതേ ഇരുമ്പ് ഉരുക്കൊക്കെയാ, അല്ല കൊച്ചുങ്ങളെ അല്ല. പിന്നെ അമ്മ ജോലി കഴിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കാം. മക്കളുമാരിപ്പം സമാധാനിട്ടിരിക്കാം കേട്ടോ.